ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷയാണ്. ഇന്ന് ദൈവവചനത്തിൽ നിന്നും കർത്താവിൻ്റെ ദാസൻ MG രാജൻ ആസാം ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു. യേശു സന്നിധി മമ ഭാഗ്യം, ക്ലേശം മാറ്റി മഹാ സന്തോഷമേകുന്ന, ക്ലേശം മാറ്റി മഹാ സന്തോഷമേകുന്ന യേശു സന്നിധി മമ ഭാഗ്യം, യേശു സന്നിധി മമ ഭാഗ്യം. ദൈവതിരുനാമം മഹത്വപ്പെടുവാനായിട്ടിടയാകട്ടെ. മലാഖി പ്രവാചക പുസ്തകം 1-ാം അധ്യായം 8-ാം വാക്യം ഞാൻ വായിക്കുമ്പോൾ ദയവായി ശ്രദ്ധിച്ചാലും, നിങ്ങൾ കണ്ണു പൊട്ടിയതിനെ യാഗം കഴിപ്പാൻ കൊണ്ടുവന്നാൽ അത് ദോഷമല്ല, നിങ്ങൾ മുടന്തും ദീനവുമുള്ളതിനെ അർപ്പിച്ചാൽ അതും ദോഷമല്ല. അതിനെ നിന്റെ ദേശാധിപതിക്ക് കാഴ്ചവെക്കുക, അവൻ പ്രസാദിക്കുമോ, നിന്നോട് കൃപ തോന്നുമോ എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളിച്ചെയ്യുന്നു. 7-ാം വാക്യത്തിൽ എൻ്റെ യാഗപീഠത്തിന്മേൽ മലിനഭോജനം അർപ്പിക്കുന്നു എന്ന് ദൈവം പുരോഹിതന്മാരോട് പറയുക. അപ്പോൾ പുരോഹിതന്മാർ, ഞങ്ങൾ നിന്നെ മലിനമാക്കുന്നു, ഏത് കാര്യത്താലാണ് എന്ന് അവർ തിരിച്ചു ചോദിക്കുന്നു. ഞങ്ങൾ നിന്നെ ഏത് കാര്യം കൊണ്ടാണ് മലിനമാക്കുന്നത്? അപ്പോൾ ദൈവം, എൻ്റെ മേശ നിന്ദ്യമെന്ന് നിങ്ങൾ പറയുന്നതിനാൽ തന്നെ, എൻ്റെ മേശ നിന്ദ്യം, അവർ ദൈവത്തിൻ്റെ യാഗപീഠത്തെ നിന്ദ്യമായി കാണുകയാണ്. ആരാണിത് കാണുന്നത്? പുരോഹിതന്മാരായ ആളുകളാണ്. അപ്പോൾ അവരുടെ ചോദ്യത്തിന് ദൈവം മറുപടി കൊടുക്കുന്ന ഭാഗമാണ് ഈ 8-ാമത്തെ വാക്യം. ഈ വാക്യം വായിക്കുമ്പോൾ എൻ്റെ മനസ്സിലൂടെ കടന്നു പോകുന്ന ഒരു ചിന്ത, ഞാൻ ഈ പഠനം ആരംഭിച്ചപ്പോൾ പറഞ്ഞതുപോലെ, ഒരു വശത്ത് നീതിമാനായ ദൈവവും മറുവശത്ത് ഇസ്രായേൽ വിഭാഗവുമാണ് നിൽക്കുന്നത്. ഇതൊരു കോടതി മുറി പോലെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയാണ്. വലിയ പ്രതിവാദങ്ങളാണ് അവിടെ നടക്കുന്നത്. തെറ്റുകാരായ മനുഷ്യരും നീതിമാനായ ദൈവവും. അപ്പോൾ നീതിമാനായ ദൈവത്തോട് തെറ്റുകാരായ ഇസ്രായേൽ ജനം, അവിടുത്തെ പുരോഹിതന്മാർ വാദപ്രതിവാദം നടത്തുന്ന ഒരു വേദിയാണ് ഇത്. നോക്കണം, ദൈവം തൻ്റെ ഹൃദയത്തിലെ വേദനയാണ് ഇവിടെ ഇവരോട് പങ്കുവെക്കുന്നത്. ദൈവത്തെ ഭയത്തോടും ഭക്തിയോടും കൂടെ സേവിക്കുകയും ആരാധിക്കുകയും ബഹുമാനിക്കുകയും അനുസരിക്കുകയും ചെയ്യേണ്ടുന്ന ജനം, ദൈവത്തെ ഭയത്തോടും ഭക്തിയോടും ബഹുമാനത്തോടും ആദരവോടും ആരാധനയോടും കൂടെ സേവിക്കേണ്ടുന്ന പുരോഹിതന്മാർ, അവര് അതെല്ലാം നഷ്ടപ്പെട്ടിട്ട് ദൈവസന്നിധിയിൽ കാട്ടിക്കൂട്ടുന്ന ക്രിയകളെ കണ്ടപ്പോൾ വേദനയാൽ ദൈവം അവരോട് ചോദിക്കുന്ന ചോദ്യങ്ങളാണിതെല്ലാം. ഈ 8-ാം വാക്യത്തിൽ ദൈവത്തിൻ്റെ ഹൃദയത്തിൻ്റെ വേദനയുടെ ആഴം നമുക്ക് ഗ്രഹിക്കാനായിട്ട് സാധിക്കും. അതെങ്ങനെ സാധിക്കുമെന്ന് ചോദിച്ചാൽ, അമ്മാതിരിയുള്ള ആ നിലകളിലുള്ള
ചോദ്യമാണ് ദൈവം ഇവരോട് ചോദിക്കുന്നത്. ദൈവം പറയുകയാണ്, നിങ്ങൾ കണ്ണു പൊട്ടിയതിനെ യാഗം കഴിപ്പാൻ കൊണ്ടുവന്നാൽ അത് ദോഷമല്ല. നിങ്ങൾ മുടന്തും ദീനവുമുള്ളതിനെ അർപ്പിച്ചാൽ അതും ദോഷമല്ല. ഇപ്പം രണ്ട് കാര്യങ്ങൾ ദൈവം പറയുകയാണ്, അത് ദോഷമല്ല. ഒന്ന്, കണ്ണുപൊട്ടിയതിനെ. രണ്ട്, മുടന്തും ദീനവുമുള്ളതിനെ. കാഴ്ചയില്ലാത്തൊരു മൃഗത്തെ കൊണ്ടുവന്ന് കണ്ണുപൊട്ടിപ്പോയതാ. രണ്ട്, മുടന്തുള്ളതാണ്, ചട്ടിച്ചട്ടിയാണത് വരുന്നത്. മൂന്ന്, ദീനമുള്ളതാണ്, പലവിധമായ രോഗം ബാധിച്ചതാണ്. ഈ മൂന്നിനെയും ഇസ്രായേലിൽ ആർക്കും വേണ്ട. ഈ മൂന്നിനെയും ഇസ്രായേൽ ദേശത്ത് ആർക്കും വേണ്ട. പക്ഷെ അതിനെയാണ് ഇവിടെ കൊണ്ടുവരുന്നത്. എവിടെയാ? സർവശക്തനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ യാഗമർപ്പിക്കാനായിട്ട് കൊണ്ടുവരുന്നത്. അപ്പോൾ ഇസ്രായേൽ ജനത്തിൻ്റെയും പുരോഹിതന്മാരുടെയും ആത്മീയ നിലവാരം നാം ഒന്ന് മനസ്സിലാക്കണം. അവരുടെ മനോഭാവത്തെ നാം ഒന്ന് ഗ്രഹിക്കുന്നത് നല്ലതാണ്. ചില ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ വായിച്ച് കേൾപ്പിച്ച ലേവ്യ പുസ്തകം 22-ാം അധ്യായത്തിൻ്റെ 19 മുതലുള്ള വാക്യങ്ങളിൽ ഏത് മൃഗത്തെ അർപ്പിക്കണം, ഏതിനെ അർപ്പിക്കരുത് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 22-ാമത്തെ വാക്യം ഞാൻ ഒരിക്കൽ കൂടി വായിക്കാം. ചതവ്, മുറിവ്, മുഴ, ചൊറി, പുഴുക്കടി എന്നിവയുള്ള യാതൊന്നിനെ യഹോവയ്ക്ക് അർപ്പിക്കരുത്. പിന്നെ 19-ാമത്തെ വാക്യത്തിൽ ഊനമില്ലാത്ത 20-ാമത്തെ വാക്യം, ഊനമുള്ള യാതൊന്നിനെയും നിങ്ങൾ അർപ്പിക്കരുത്, അതിനാൽ നിങ്ങൾക്ക് പ്രസാദം ലഭിക്കുകയില്ല. അപ്പോൾ ദൈവം മോശ മുഖാന്തരം ഇസ്രായേൽ ജനത്തിന് പ്രമാണങ്ങൾ നൽകുമ്പോൾ, എന്ത് പ്രമാണം? ദൈവത്തിന് യാഗമർപ്പിക്കേണ്ടുന്ന പ്രമാണം നൽകുമ്പോൾ അവിടെ പറയുകയാണ്, ഊനമുള്ള യാതൊന്നിനെയും അർപ്പിക്കരുത്. എന്നിട്ട് അതിൻ്റെ ലിസ്റ്റും 22-ാമത്തെ വാക്യത്തിലുണ്ട്. ഇനി 25-ാമത്തെ വാക്യത്തിൻ്റെ ഒടുവിൽ അവയ്ക്ക് കേടും കുറവും ഉള്ളതുകൊണ്ട് അവയാൽ നിങ്ങൾക്ക് പ്രസാദം ലഭിക്കുകയില്ല എന്ന് അവിടെ രേഖപ്പെടുത്തി വച്ചിരിക്കുക. അപ്പോൾ കേടും കുറവും ഉള്ളതുകൊണ്ട് പ്രസാദം ലഭിക്കുകയില്ല. പക്ഷെ ഇവിടെ നോക്കണം, ഇസ്രായേൽ ജനം കൊണ്ടുവരുന്നത് ഏതാണ്? മുടന്തുള്ളത്, കണ്ണ് കാണാത്തത്, രോഗമുള്ളത്. അത് ദൈവത്തിന് കൊണ്ടെന്ന് അർപ്പിക്കുകയാണ്. എന്തർപ്പിക്കരുത് എന്ന് പറഞ്ഞുവോ അത് ദൈവത്തിന് കൊടുക്കുന്നു. എന്ത് ചെയ്യരുതെന്ന് പറഞ്ഞിരിക്കുന്നുവോ അത് ചെയ്യുന്നു. ഇതല്ലേ നമ്മുടെ എല്ലാം കുഴപ്പം? ദൈവം ചെയ്യരുതെന്ന് പറയുന്ന കാര്യങ്ങളാണ് നാം ഓരോരുത്തരും ചെയ്യുന്നത്. എന്നാൽ ദൈവം ചെയ്യണമെന്ന് പറഞ്ഞത് ചെയ്യാൻ മനസ്സില്ലാത്തവരായിട്ട് മാറിയിരിക്കുക. വളരെ വേദനയോടെയാണ് ദൈവം ഈ കാര്യം ഈ ജനത്തോട് പറയുന്നത്. ഇന്ന് അവരർപ്പിക്കുന്നത് കണ്ണ് കാണാൻ മേലാത്തതിനെയാണ്, അന്ധമായതിനെയാണ്. പിന്നെ കണ്ണുപൊട്ടിയതിനെ അർപ്പിക്കുന്നു. മുടന്തുള്ളത്, അത് പാടില്ല, പക്ഷെ അതിനെയാണ് കൊണ്ടുവന്ന് അർപ്പിക്കുന്നത്. പലവിധമായ രോഗമുള്ളത്, ഞാൻ ആദ്യം ഓർപ്പിച്ച പോലെ ഇതിനെയൊന്നും ആർക്കും വേണ്ട. അപ്പം ആർക്കും വേണ്ടാത്തതിനെ ആർക്ക് കൊടുക്കാമെന്നാ ജനം തീരുമാനിക്കുന്നേ? ദൈവത്തിന് കൊടുക്കാമെന്നാ തീരുമാനിക്കുന്നത്. നോക്കണേ, ആർക്കും വേണ്ടാത്തതിന് ദൈവത്തിന്. അങ്ങനെ ചിന്തിക്കുന്ന ഒത്തിരി പേരുണ്ട്.
ആർക്കാണ് കൊടുക്കുന്നത് എന്ന് ചിന്തിക്കുന്നില്ല. പിന്നെയോ ഞാനിത് ആർക്കാണ് കൊടുക്കുന്നത്, ആ ദൈവത്തിൻ്റെ മഹത്വം എത്ര വലുതാണ്, ആ ദൈവം എത്ര ശ്രേഷ്ഠതയുള്ളവനാണ്, ആ ദൈവസന്നിധിയിൽ ഞാൻ അർപ്പിക്കുന്നത് ദൈവം സ്വീകരിക്കുമോ അതോ സ്വീകരിക്കാതെ തള്ളിക്കളയുമോ, ഇതൊന്നും ചിന്തിക്കാതെ ഇവിടെ ഇതാങ്ങ് അർപ്പിക്കുക, അർപ്പണം നടക്കുന്നുണ്ട്, ബലി നടക്കുന്നുണ്ട്. പക്ഷേ അതിൽ ദൈവത്തിന് പ്രസാദമില്ല. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സ്നേഹിത, താങ്കൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുന്നത് എന്താണ്? ആർക്കും വേണ്ടാത്തതിനെയാണോ? ആരും സ്വീകരിക്കാത്തതിനെയാണോ? ഇവിടെ ദൈവം പറയുകയാണ്, നീ അത് അർപ്പിച്ചാലും എനിക്ക് പ്രശ്നമില്ലായിരുന്നു അല്ലേ? എന്താ പറയുന്നത്? മുടന്തും ദീനമുള്ളതിനെ അർപ്പിച്ചാൽ അതും ദോഷമല്ല. ദൈവം പറയാണ്, അതും ദോഷമല്ല. പക്ഷേ അത് നീ ദേശാധിപതിക്ക് അർപ്പിക്കുമോ? ചോദ്യം അവിടെയാണ്. അപ്പോൾ ദേശാധിപതിക്ക് കൊടുക്കുന്ന ബഹുമാനം പോലും ഇന്ന് ആർക്കില്ല, ഇന്നാർക്ക് കൊടുക്കുന്നില്ല? ദൈവത്തിന്. അവിടെയാണ് ദൈവത്തിന് സങ്കടം. അപ്പോൾ മനുഷ്യനെ ബഹുമാനിക്കുന്നു, ഭയപ്പെടുന്നു, പക്ഷേ ദൈവത്തെ ബഹുമാനിക്കുന്നില്ല, ഭയപ്പെടുന്നില്ല. അവിടെയാണ് മനുഷ്യൻ്റെ പരാജയം സംഭവിച്ചത്. ഭയപ്പെടേണ്ടതിനെ ഭയപ്പെടാതെയും ഭയപ്പെടേണ്ടവനെ സ്നേഹിക്കേണ്ടവനെ സ്നേഹിക്കാതെയും പോകുന്നു എന്നുള്ളതാണ് നമ്മുടെ ഓരോരുത്തരുടെയും കുറവ്. ഇന്നൊന്ന് തിരിഞ്ഞ് ചിന്തിക്കാൻ ഇടയാകട്ടെ. ഞാൻ ആരെയാണ് ഭയപ്പെടുന്നത്, ആരെയാണ് സ്നേഹിക്കുന്നത്? എൻ്റെ ജീവിതം എപ്രകാരമാണ്? ഞാൻ അർപ്പിക്കുന്നതിൽ ദൈവത്തിന് പ്രസാദമുണ്ടോ? ചിന്തിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കും.